ഇപ്പോൾ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ബാരിക്കേഡ് വെച്ച് പോലീസ് ഇവിടെ തടഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബാരിക്കേഡ് തള്ളിമറിച്ചിടാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ശ്രമിക്കുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിന്റെ ഭാഗമായുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന വാദം കോടതിയിൽ നടക്കുന്ന ദിവസം തന്നെയാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗ് വീണ്ടും പ്രതിഷേധവുമായി വരുന്നത്. നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം പ്രതിപക്ഷ യുവജന സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാരിക്കേഡ് തള്ളിമറിച്ചിടാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. നിഖിൽ അളവൂർ ചേരുന്നു. അവിടെ നിന്ന് നിഖിൽ, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ എന്തായാലും ഈ ബാരിക്കേഡ് തള്ളിമറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് നമുക്കറിയാം, ഇത്രയും ദിവസമായി ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഇതിൽ വാദം തുടങ്ങുമ്പോൾ പോലും ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ വലിയ വിമർശനം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിനുള്ളിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ കയറിയിരിക്കുന്നു. വലിയ പ്രതിഷേധം ക്യാമ്പസിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. രുചിച്ച തീർച്ചയായും പോലീസ് തീർത്ത ബാരിക്കേഡ് മറിച്ചിടാൻ ഏറെ സമയത്തെ ബലപ്രയോഗ പ്രവർത്തകരും പോലീസും തമ്മിൽ നടക്കുന്നു. അതിന് പിന്നാലെ ഈ ബാരിക്കേഡിനിടയിൽ വിടവുണ്ട് ക്യാമ്പസിനകത്തേക്ക് ഈ ഡെന്റൽ കോളേജിന്റെ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ കൂട്ടത്തോടെ ഈ ഡെന്റൽ കോളേജിന്റെ മുൻവശത്തേക്ക് എത്തി അവരിപ്പോൾ അവിടെ എത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. വലിയ ബലപ്രയോഗമാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ നടന്നത്. പോലീസ് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. രണ്ട് ഭാഗത്ത് ഇത്തരത്തിൽ ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകർ
പ്രവർത്തകരെ തടയുന്നതിനുള്ള സന്നാഹമൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ കെട്ടിയ ബാരിക്കേഡ് വലിയ ഒരു ബലപ്രയോഗത്തിലൂടെ അതിനിടയിൽ ഒരു വിള്ളലുണ്ടാക്കി ആ വിള്ളലിലൂടെ പ്രവർത്തകർ അകത്തേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഡെന്റൽ കോളേജിന്റെ മുൻവശത്ത് അവിടെ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വലിയ സംഘർഷത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത്. പ്രവർത്തകർ ഈ കോളേജിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് തടയാൻ പോലീസ് അവിടുന്ന് പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നെങ്കിലും പിരിഞ്ഞു പോകാൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ തയ്യാറാക്കുന്നില്ല. പോലീസുമായി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് പോകുന്നത്. ഈ 50ഓളം പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനവുമായി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് എത്തിയത്. ഈ പ്രവർത്തകരെ തടയാൻ പോലീസ് വലിയ സന്നാഹമൊരുക്കി ബാരിക്കേഡ് കെട്ടി. പക്ഷേ അതിലെല്ലാം മറികടന്ന് ഇപ്പോൾ ഈ കോളേജിന്റെ പ്രധാന ഗേറ്റിന് മുന്നിലേക്ക്, കെട്ടിടത്തിന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. പക്ഷേ പൂർണ്ണമായും പ്രവർത്തകരെ നീക്കാൻ സാധിക്കുന്നില്ല. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഈ കോളേജ് കെട്ടിടത്തിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത്. ഇപ്പോൾ വാഹനങ്ങളിൽ കയറ്റുകയാണ്. പോലീസ് വാഹനത്തിൽ കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തകരെ കയറ്റിയ വാഹനത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന് മുകളിൽ കയറി ഉൾപ്പെടെ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണുന്നത്. ആ വാഹനം മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ വാഹനത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ടും വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ടും ഒക്കെയുള്ള പ്രതിഷേധങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ പോലീസിനെ മർദ്ദിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന് മുന്നിൽ പോകുന്നു. പരസ്പരം കയ്യാങ്കളിയിലേക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ നിന്ന് നേരത്തെ ബാരിക്കേഡ് തള്ളിമറിച്ചിടാനുള്ള ശ്രമത്തിനിടയിൽ നിന്നാണ് കുറേ പ്രവർത്തകർ ഈ പ്രധാനപ്പെട്ട ഗേറ്റിന് സമീപത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് ഈ പ്രവർത്തകരെ പോലീസ് മാറ്റാനുള്ള ഒരു ശ്രമം തുടങ്ങി. ആ ശ്രമം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് വലിയ സംഘർഷത്തിലേക്ക്, ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോയത്. പോലീസിനെതിരെയും പ്രവർത്തകർ പോലീസിനെയും ഇത്തരത്തിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. പരസ്പരം ഉണ്ടായ ഈ സംഘർഷം, ചെറിയ സംഘർഷം, അത് വലിയ
നിഖിൽ അളവൂർ ചേരുന്നു അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, എന്തായാലും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ. നേരത്തെ വലിയ സംഘർഷത്തിലേക്ക് പോലീസുമായി ഉന്തുംതള്ളുവിലേക്കൊക്കെ പോയെങ്കിലും ഇപ്പോൾ അവിടെ ആ പ്രധാന ഗേറ്റിന്റെ സമീപം തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. തീർച്ചയായും രുചീഷ്, ഇപ്പോൾ ഈ കോളേജ് കെട്ടിടത്തിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ ഈ പോലീസ് ബാരിക്കേഡൊക്കെ തീർത്തെങ്കിലും ആ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ കോളേജ് ക്യാമ്പസിനകത്തേക്ക് പ്രധാന കെട്ടിടത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നു. പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുന്നു. എന്നാൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഉൾപ്പെടെ കഴിയാതെ ഒരു പ്രവർത്തകനെ പോലും അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. ഇത് പോലീസ് വീണ്ടും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചതോടുകൂടിയാണ് വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്. ആ പ്രതിഷേധത്തിനൊടുവിൽ ഈ പ്രവർത്തകർ വീണ്ടും കോളേജ് ക്യാമ്പസിനകത്തേക്ക് കയറി. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ മുൻവശത്ത് തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തങ്ങളുടെ ഉദ്ഘാടന പരിപാടി ഉൾപ്പെടെ പൂർത്തീകരിക്കാതെ ഇവിടെ നിന്ന് മടങ്ങില്ല എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. പോലീസ് ഈ പ്രതിഷേധ പ്രകടനവുമായി എത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൂർണ്ണമായും തടഞ്ഞു. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് പോയത്. പോലീസും പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുന്ന കയ്യാങ്കളിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി. ഇപ്പോൾ ഏതായാലും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ പോലീസുകാർക്കെതിരെ ഉൾപ്പെടെയുള്ള വലിയ മുദ്രാവാക്യം വിളികളിലേക്ക് പോകുന്നുണ്ട്. കാരണം പ്രതിഷേധ പ്രകടനം അതിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ഇന്നലെ നടത്തിയ പ്രതിഷേധ പ്രകടനവും സമാന രീതിയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയൊക്കെ പോലീസ് ഒരുക്കിയിരുന്നു. ആ സുരക്ഷയും മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ 50ഓളം വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ കോളേജ് ക്യാമ്പസിനകത്തേക്ക് കയറിയിരിക്കുന്നത്. അവർ ഈ കെട്ടിടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഉദ്ഘാടന പരിപാടി ഉൾപ്പെടെ കഴിയാതെ പോലീസിന്റെ ഒരു നടപടികളും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സമ്മതിക്കില്ല എന്നതാണ് പ്രവർത്തകരുടെ നിലപാട്. നിഖിൽ, എന്തായാലും ഈ തരത്തിൽ പോലീസിനും ഇത് വലിയൊരു നാണക്കേടായ ഒരു കാര്യമാണ്. കാരണം ഈ അറസ്റ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ പോലീസിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകരൊക്കെ വലിയ സമരത്തിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും രുചീഷ്, അക്കാര്യത്തിൽ പോലീസിനെതിരെ വലിയ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായതാണ്. പ്രത്യേകിച്ചും ഈ ഡോക്ടർ റാമിനെയും സംഗീത നമ്പ്യാരെയും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവരെവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസിനെതിരെ വലിയ വിമർശനമായി നിൽക്കുന്നു. ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ഇന്ന് വാദം നടത്തുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയുമാണ്. അല്പസമയത്തിനകം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കേസ് പരിഗണിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നിതിൻ രാജിന്റെ കുടുംബം ഉൾപ്പെടെ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അവരുടെ വാദവും ഇന്ന് കോടതി കേൾക്കുന്നത്. അപ്പോൾ വിശദമായി തന്നെ ഈ വാദം കേട്ടതിന് ശേഷം ഒരുപക്ഷെ ഇന്ന് വിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും പ്രോസിക്യൂഷന്റെയും കുടുംബത്തിന്റെയും ഒപ്പം തന്നെ ഈ പ്രതിഭാഗത്തിന്റെയും വാദം വിശദമായി ഇന്ന് കോടതി കേൾക്കുന്നുണ്ട്. അതിനിടയിലും ഈ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് അത്തരത്തിൽ ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധം ഉയർത്തുന്ന സംഘടനകളുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ആ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണം, നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ 10-15 ദിവസത്തോളം ഈ സംഭവം നടന്നിട്ട് പൂർത്തിയാകുമ്പോൾ പോലും പോലീസ് പ്രതികളെക്കുറിച്ച് ഒരു വിവരം പോലും ഇല്ല എന്ന രീതിയിലാണ്. അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്വേഷിക്കുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വിവരവും പോലീസിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇത് വലിയ പ്രതിഷേധത്തിനുള്ളൊരു കാരണമായി കൂടി മാറുന്നത്. ഏതായാലും ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നതുകൂടി ഇനി അങ്ങോട്ട് പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. മുൻകൂർ ജാമ്യം ലഭിക്കാത്തൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസ് നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ റാമിനെയും സംഗീതയെയും കണ്ടെത്താനാകുമോ, അതിനുള്ള സംവിധാനം പോലീസ് മുൻകൂട്ടി ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് ഇനി അങ്ങോട്ട് നിർണായകമാണ്. അത് മാത്രമല്ല, വിവിധ സംഘടനകൾ ഈ വിഷയത്തിൽ ഈ പ്രതിഷേധം തുടരും എന്ന നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസും ഇന്നിപ്പോൾ യൂത്ത് ലീഗും എല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി അഞ്ചരക്കണ്ടി കോളേജിലേക്ക് എത്തുന്നതും. നിഖിൽ, ഇപ്പോൾ അവിടെ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ അവിടെ സംസാരിക്കുന്നുണ്ട്, നേതാക്കൾ സംസാരിക്കുന്നത് കാണാം. എന്തായാലും ഈ സാധാരണഗതിയിൽ ഒരു പ്രതിഷേധമൊക്കെ ഈ സ്കൂളിൽ ഈ ക്യാമ്പസിലേക്ക് കോളേജിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ യുവജന സംഘടനകളും മറ്റ് പാർട്ടികളും ഒക്കെ പ്രതിഷേധം നടത്തിയിരുന്നു. ഈ തരത്തിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത് കണ്ടില്ല. പക്ഷേ ചെറിയ ഒരു സംഘർഷ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇത് ബാരിക്കേഡ് മറച്ച് ഇടാനുള്ള ഒരു ശ്രമം ഉണ്ടായപ്പോൾ തന്നെ അവിടെ ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം പ്രവർത്തകരെ തടയാൻ പോലീസിന്റെ സംവിധാനം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ പോലീസിന്റെ വാഹനത്തിന് മുകളിലേക്ക് പോലും കയറുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറുന്നതും കണ്ടു.
രുചിഷ, ഈ ഇക്കാര്യത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് ഏകദേശം 15-ലേറെ സംഘടനകളുടെ പ്രതിഷേധ മാർച്ചുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നു. പക്ഷേ ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സമാന രീതിയിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നതും കോളേജിന്റെ ജനൽ ചില്ലുകൾ അടിച്ച് തകർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ചക്കരക്കൽ പോലീസിന് പുറമെ മട്ടന്നൂർ പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരെ അടക്കം ഇറക്കി വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കോളേജിലേക്ക് കയറുന്ന ഗേറ്റിന്റെ അവിടെ മാത്രമായിരുന്നു ബാരിക്കേഡ് തീർന്നതെങ്കിൽ മറ്റൊരു വശത്തുകൂടി ഹോസ്റ്റലിലേക്കുള്ള വഴിയുണ്ട്. ആ വഴിയുടെ ഭാഗത്തു കൂടി ബാരിക്കേഡ് കെട്ടി തടഞ്ഞ പ്രവർത്തകർ അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു സന്നാഹം പോലീസ് ഒരുക്കിയിരുന്നു. പക്ഷേ അതെല്ലാം മറികടക്കുന്ന കാഴ്ചകളാണ്. നമുക്ക് ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. പോലീസ് കെട്ടിയുയർത്തിയ ആ ബാരിക്കേഡ് അത് ഉയർത്തിയെടുത്ത് പോലീസുകാരുടെ തലയിലേക്ക് ഇട്ട് അത് മറിച്ചിടാൻ ആദ്യം നോക്കുന്നു, പിന്നീട് അത് എതിർവശത്തേക്ക് മറിച്ചിടാൻ നോക്കുന്നു. അങ്ങനെയൊക്കെ ഒരു വിടവ് ഈ ബാരിക്കേഡുകൾക്കിടയിൽ ഉണ്ടാക്കി അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകർ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറി പ്രതിഷേധിക്കുന്നതിനിടെ പോലീസ് പൂർണ്ണമായും പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റും. ശരി നിഖിൽ, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇപ്പോൾ ആ പരിപാടി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം.